വിവാഹ ദിനം ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷം തന്നെയാണ് എല്ലാവരുടെയും. അത് എന്നും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡിലെ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൽ നടന്ന ഒരു വിവാഹവും ദമ്പതികളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വസന്ത് പഞ്ചമി ദിനത്തിലാണ് വിവാഹം നടന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെ നടന്ന വിവാഹം എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാണ്. കിടുകിടാ വിറച്ച് മഞ്ഞിലൂടെ നടന്നു വരുന്ന ദമ്പതികളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എന്തായാലും വൈറലാണ്. ആ ദൃശ്യങ്ങൾ കാണാം. बहुत बहुत बधाई त्रिजुनार में आ रखे हैं शादी करने के लिए। भाई जी कहाँ से आए आप लोग? मेरठ से। बहुत बहुत बधाई। कैसे लगा आपको त्रिजुनार मंदिर? बहुत अच्छा सुन के सुनता आपका बसंत पंचमी है, फिर बर्फबारी बहुत अच्छे ढंग से पड़ रही है। कैसा लगा? अच्छा लगा ना? ठीक है। ആതിര പുതുവൈലിൽ ചേരുന്നുണ്ട് തത്സമയം. ആതിര, ഞാൻ ശരിക്കും ഈ ദൃശ്യം കണ്ടപ്പോൾ ആലോചിച്ചത് എൻ്റെ വിവാഹ ദിവസമായിരുന്നു കേട്ടോ. എൻ്റെത് 2024 ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു. അന്ന് അത്യുഷ്ണമായിരുന്നു. പാലക്കാട് അത്യുഷ്ണ തരംഗം റിപ്പോർട്ട് ചെയ്തൊരു ദിവസമായിരുന്നു. അവിടെ ഭയങ്കര ചൂടിലായിരുന്നു എൻ്റെ വിവാഹമെങ്കിൽ ഇപ്പോൾ ഈ ദൃശ്യം കാണുമ്പോൾ ഞാനിത് ഓർത്തുപോയി. ഇത് കനത്ത മഞ്ഞുവീഴ്ചക്കിടയുള്ള ഒരു വിവാഹമാണ്. നാളെ ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കുമ്പോൾ അവർക്ക് നല്ല ഓർമ്മയായിരിക്കും, ഒരു കുളിർമയുള്ള ഓർമ്മ അല്ലേ? ഹിമ പറഞ്ഞതുപോലെ ഏതൊരു വധൂവരന്മാരും ആഗ്രഹിക്കുന്നത് അവരുടെ ഈ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് അത്രത്തോളം സ്പെഷ്യൽ ആയിരിക്കണം എന്നായിരിക്കും. പക്ഷേ ഇവർ മീററ്റിൽ നിന്നുള്ള വധൂവരന്മാരാണ്. അവരൊട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർക്ക് ഇത്രയും നല്ല മനോഹരമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു നിമിഷം അവർക്ക് കിട്ടിയത്. ഉത്തരാഖണ്ഡിലെ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവരുടെ വിവാഹം നടന്നത്. അവർ ഈ വിവാഹ ദിവസം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു മഞ്ഞുവീഴ്ച അവിടെ സംഭവിക്കുമെന്ന്. ഇത് വിവാഹ ദിവസം തിരഞ്ഞെടുത്തപ്പോഴോ ഈ മുഹൂർത്തം തിരഞ്ഞെടുത്തപ്പോഴോ ഒന്നും അവർക്കറിയില്ലായിരുന്നു ഇതുപോലൊരു കാലാവസ്ഥ വ്യതിയാനം അവിടെ സംഭവിക്കുമെന്ന്. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വൈറലാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും അതിമനോഹരമായൊരു നിമിഷം തന്നെയാണത്. അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഓർമ്മ വരുന്നത്. അവൻ കുറച്ച് ദിവസം മുന്നേ മണാലിയിൽ ട്രിപ്പ് പോയായിരുന്നു. ആ ട്രിപ്പ് പോയ ദിവസം അവിടെയും സാധാ കാലാവസ്ഥയായിരുന്നു. അവിടെയും ഇതുപോലെ മഞ്ഞ് വീഴ്ച ഒന്നുമില്ലായിരുന്നു. അവൻ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെയും കാലാവസ്ഥ മാറി. അവിടെയും ഫുള്ള് ഇതുപോലെ മഞ്ഞ് വീഴ്ചയൊക്കെയായി. അപ്പോൾ അവനെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞങ്ങൾ കളിയാക്കുകയും ചെയ്തു, നിനക്കത് അനുഭവിക്കാനുള്ള ഇതില്ലല്ലോ എന്ന് പറഞ്ഞ്. എനിക്കപ്പോൾ ഇത് കണ്ടപ്പം അവനെയും കൂടെ ഓർമ്മ വരികയാണ് ഹിമ. തീർച്ചയായും അതിൽ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാകും. വിവാഹദിനത്തിന്റെ ഓർമ്മകളൊന്ന്, അതല്ലെങ്കിൽ മറ്റൊന്ന് ഈ മഞ്ഞുവീഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ മഞ്ഞ് കാണാൻ കൊതിച്ചിരിക്കുന്നവരാണ് കൂടുതലും കേരളത്തിലുള്ളവർ. കുറച്ച് മഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ആ ഒരു മഞ്ഞ് കാണാൻ പോയി, അത് പറ്റാതിരുന്ന ആതിരയുടെ ഒരു ഫ്രണ്ടിന്റെ എക്സ്പീരിയൻസ് കൂടി ഇതിലൂടെ പങ്കുവെച്ച് പോയി. അത് മാത്രമല്ല, ഈ വിവാഹത്തിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വിവാഹം സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. ആ ദിവസം എങ്ങനെ ഡാൻസ്, പാട്ട് അങ്ങനെയൊക്കെ ഒരുക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ കാര്യം അത് മാത്രമല്ല, പ്രകൃതി കൂടി ഒപ്പം നിന്നു എന്നുള്ളതാണല്ലേ ആതിര? നമ്മളിപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ ഓഡിറ്റോറിയം എന്നൊക്കെ മാറിയിട്ട് എല്ലാവരും ഡെസ്റ്റിനേഷൻ വെഡിങ്ങിലോട്ട് മാറുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരങ്ങനത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുള്ള സാധാ ഒരു നല്ല പ്രശസ്തമായ ഒരു അമ്പലമായിരുന്നു അത്. അപ്പോൾ അവിടെ പോയി കല്യാണം നടത്തണമെന്ന് മാത്രമേ ഈ വധുവരന്മാർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ഹിമ പറഞ്ഞ പോലെ പ്രകൃതിയും അവർക്കൊപ്പം നിന്ന് ഈ ഒരു നിമിഷം അത്രയും മനോഹരമാക്കി കൊടുത്ത് അവർക്ക് എന്നും ഓർത്തിരിക്കാനുള്ള നല്ലൊരു നിമിഷമാക്കി ഇത് കൊടുത്തു. അതെ, തീർച്ചയായും അതിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ലൊരു മുഹൂർത്തം